warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin amma ba'd. ദർസുൽ ഖുർആനിന്റെ പ്രതിവാര ക്ലാസ്സിൽ 234ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആനിലെ 61ാമത്തെ അധ്യായം സൂറത്തു സഫിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഏഴ് മുതൽ 9 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും 1 മുതൽ 6 വരെയുള്ള ആയത്തുകളിൽ പരാമർശിച്ച വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് 6, 7, 8, 9 ആയത്തുകളിൽ പരാമർശിക്കുന്നത്. അതിലെ 7ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇതാണ് 7ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ഒമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ ഇഫ്തറ, കെട്ടിച്ചമച്ചവനേക്കാൾ, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ, അൽ കദിബ, കള്ളം. അപ്പൊ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണ് ഉള്ളത്? വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം, അയാൾ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതിനെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞ് അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച് ആ സത്യത്തെ തിരസ്കരിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? അവിടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം, വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ അക്രമി ആരാണ് എന്ന കാര്യം വളരെ ഗൗരവത്തോടെ അവൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ മേൽ എന്നല്ല, ഒരാളുടെ മേലും കള്ളം കെട്ടിച്ചമക്കാൻ പാടില്ല. പക്ഷേ തന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൊടിയ അക്രമമാണ് എന്ന് പടച്ചവൻ തന്നെ പറയുകയാണ്. ഒമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ. ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ വേറെയും കാണാൻ കഴിയും. ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും വഴിപിഴച്ചവൻ ആരാണുള്ളത് എന്ന പ്രയോഗവും ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഒമൻ അദ്ലം എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അക്രമി ആരാണ്? സ്വാഭാവികമായും ഖുർആന്റെ ഭാഷയിൽ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ. അള്ളാഹുവിന്റെ നേർമാർഗത്തിലേക്ക്, അവന്റെ തൗഹീദിലേക്ക്, ഏകത്വത്തിലേക്ക് ഒരു മനുഷ്യൻ ക്ഷണിക്കപ്പെടുമ്പോൾ ആ പരമമായ സത്യത്തെ നിരാകരിച്ചുകൊണ്ട് അവൻ അതിനെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞ്
ആ ഏകനായ സൃഷ്ടാവിന് സമന്മാരെയോ പങ്കുകാരെയോ ഉണ്ടാക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമായിട്ടാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒരാളെ ഇസ്ലാമിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമാണല്ലോ. എന്താണ് അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക എന്ന് പറയുന്നത്? അള്ളാഹു അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന് പങ്കുകാരെയും സമന്മാരെയും ഉണ്ടാക്കുകയും എന്നിട്ട് അവന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കുകയും ചെയ്യുക, അവന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി തള്ളിക്കളയുക, ഇതെല്ലാം അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നതിന് സമാനമാണ്. കാരണം അള്ളാഹു ആണ് തന്നെ സൃഷ്ടിച്ചവൻ. അവന് ഏകനായിരിക്കെ ആ ഏകനായ അള്ളാഹുവിൽ അവന് തുല്യരായോ അവന് സമന്മാരെയോ പങ്കുകാരെയോ ഉണ്ടാക്കുക, എന്നിട്ട് ആ അള്ളാഹുവിനോടൊപ്പം ആ പങ്കുകാരെയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുക. ഇതെപ്പോഴാണ്? ഇതാണ് നേർമാർഗം. വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. ഇസ്ലാമാകുന്ന തൗഹീദിലേക്ക്, നേർമാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അയാൾ പറയുന്നത് ആ അള്ളാഹുവിന് പുറമെ അവന് പല സമന്മാരെയും സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമേതാണ്? ഖാല അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ അവന് നീ സമന്മാരെ ഉണ്ടാക്കുക. ആ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ അവനെ മാത്രം നീ ആരാധിക്കേണ്ടതിന് പകരം അവന് സമന്മാരെ ഉണ്ടാക്കി അവരെയും ആരാധനയിൽ പങ്കാളികളാക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മനുഷ്യരോട് മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, ഹേ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്നതാണ്. തീർച്ചയായും അതിൽ നിന്ന് വ്യതിചലിച്ചവന് പങ്കുകാരെയും സമന്മാരെയും ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ അക്രമമാണ് എന്നാണ് അള്ളാഹു ഈ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇങ്ങനെയുള്ള അക്രമികളെ ഒരിക്കലും അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. കാരണം യഥാർത്ഥത്തിൽ ഈ അക്രമം അത് സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. കാരണം അയാൾ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക വഴി, അയാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക വഴി നഷ്ടം സംഭവിക്കുന്നത് അള്ളാഹുവിനല്ല, അയാൾക്ക് തന്നെയാണ് ഇഹലോകത്തും പരലോകത്തും അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും നേർമാർഗം പ്രാപിക്കാൻ അവരെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ വചനം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. യുരീദൂന, അവരുദ്ദേശിക്കുന്നത്, ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയുവാനാണ്, അണച്ചു കളയുവാനാണ്. ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്, തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അല്ലെങ്കിൽ അണക്കുവാൻ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമാണെങ്കിലും. എല്ലാ കാലഘട്ടത്തിലും സത്യനിഷേധികൾ അവർക്കുണ്ടാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അവരോട് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ ഏതൊരു കാലഘട്ടത്തിലും സത്യനിഷേധികളും മുനാഫിക്കുകളും അതുപോലെ തന്നെ മുശ്രിക്കുകളും ഒക്കെ ചെയ്തു വരുന്ന ഒരു കാര്യം എന്താ? യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്,
അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ വിഷയങ്ങളും ആണ് എന്നതിൽ തർക്കമില്ല. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ കൊണ്ടുള്ള വിവക്ഷ ഈ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ വിഷയങ്ങളുമാണ്. അതിനെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുക എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉന്നയിച്ച്, അതേപോലെ തന്നെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് അതിനെ ഇകഴ്ത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതിനു മുമ്പുമുള്ള ആളുകൾ ഇതൊക്കെ മായാജാലമാണ്, കെട്ടുകഥകളാണ്, അസാത്തീറുൽ അവ്വലീൻ, ഇത് കെട്ടുകഥകളാണ്, സിഹ്റും മുബീൻ, വ്യക്തമായ മായാജാലമാണ്, ഈ രൂപത്തിലാണ് അവർ അതിനെ ഇകഴ്ത്തുകയും അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പല രീതിയിലുള്ള ആധുനിക വിമർശകർ അവരുടേതായ യുക്തിക്ക് അവർക്ക് തോന്നുന്ന രൂപത്തിൽ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും വിമർശിക്കുന്നു എന്നത് ഒരു സത്യമാണല്ലോ. എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളും ലിബറൽ ചിന്താഗതിയുള്ള ആളുകളുമൊക്കെ ഭാഗികമായോ പൂർണ്ണമായോ അല്ലെങ്കിൽ അവർക്ക് അനിഷ്ടകരമായ ഇസ്ലാമിലെ കാര്യങ്ങളോ അവർ വിമർശിക്കുന്നു എന്നത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിമർശനങ്ങളിലൂടെ അവരുദ്ദേശിക്കുന്നത് ഈ സത്യപ്രകാശത്തെ ഊതിക്കെടുത്തുവാനാണ്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതികളിൽ ഈ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അതാത് കാലഘട്ടങ്ങളിലെ അതിന്റെ ശത്രുക്കൾ, വിമർശകർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നമുക്ക് വായ കൊണ്ട് ഊതിക്കെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഇത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഏതൊരു കാലഘട്ടത്തിൽ ആരു തന്നെ വിചാരിച്ചാലും അത് സാധിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി അള്ളാഹു വ്യക്തമാക്കുകയാണ്. മുശ്രിക്കുകളും മാത്രമല്ല, അവിശ്വാസികൾ അഥവാ സത്യനിഷേധികളും വേദക്കാരും ബഹുദൈവ വിശ്വാസികളും എല്ലാവരും ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചവരാണ്. പക്ഷേ അവർക്കൊന്നും ആ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇന്നും അജയ്യമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. ഇസ്ലാം എന്നും ഈ ലോകത്ത് നിലനിൽക്കുമെന്നുള്ളത് അത് അള്ളാഹുവിന്റെ മതമാകുന്നു എന്ന പ്രത്യേകത കൊണ്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യളുറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും കദാലിക. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് ഇങ്ങനെയാണ്: ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ എന്നും ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അവർ സത്യമാർഗത്തിൽ നിലകൊള്ളുന്നവരായിരിക്കും. അങ്ങനെ ഒരു ജനത ഈ ലോകത്തിന്റെ അവസാനം വരെ ഉണ്ടാകുക തന്നെ ചെയ്യും. ലാ യളുറുഹും മൻ ഖദലഹും. അവരെ ഉപേക്ഷിച്ചവർ അല്ലെങ്കിൽ അവരോട് ഒഴിഞ്ഞുപോയവർ ഇവർക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന, അന്ത്യദിനം അത് വരുന്നതുവരെ അവരാ സത്യത്തിൽ തന്നെ നിലകൊള്ളും. അവരോട് എതിർത്തു നിൽക്കുന്നവരോ ആ സത്യമാർഗത്തിൽ നിന്ന് വിട്ടുപോയവരോ അവരൊരിക്കലും തന്നെ ഇവർക്കൊരു ഉപദ്രവം വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല. വഹും കദാലിക. അവരാ സത്യത്തിലായിക്കൊണ്ടേയിരിക്കും. അത് എത്ര ആൾക്കൂട്ടമുണ്ടെന്നോ എത്ര എണ്ണമുണ്ടെന്നോ എന്നതല്ല പ്രധാനം. മറിച്ച് ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ളാഹിരീന അലൽ ഹഖ്
സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്നും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അസത്യത്തിന്റെ വക്താക്കൾ, ഇസ്ലാമിന്റെ വിമർശകർ അവരെത്ര അധികമുണ്ടായിരുന്നാലും അതൊന്നും വകവെക്കാതെ അവർ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ വിഭാഗം, അത് വിമർശകരുടെ വിമർശനങ്ങൾക്കോ ആരോപകരുടെ ആരോപണങ്ങൾക്കോ അതല്ലെങ്കിൽ അവരുടെ അപവാദങ്ങൾക്കോ ചെവി കൊടുക്കുകയില്ല. തങ്ങൾ സത്യത്തിലാണ് എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ സാധിക്കുകയില്ലെന്നു മാത്രമല്ല, വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് അല്ലെങ്കിൽ അവരോട് കൂടെ ചേരുന്നവർക്ക് അവർക്കൊക്കെ അനിഷ്ടകരമാണെങ്കിലും ഈ സത്യത്തെ, ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം വിമർശകരാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാനുള്ളത്. ഒരു നിസ്സാരമായ ഒരു കാരണം കിട്ടിയാൽ ആ കാരണം ഇസ്ലാമിനെതിരാണ് എങ്കിൽ അത് ചാനൽ ചർച്ചകൾക്കും അതുപോലെ തന്നെ തെരുവ് പ്രസംഗങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഇസ്ലാമിനോട് അല്ലെങ്കിൽ ഈ പ്രകാശത്തോട് അവർക്ക് എന്തുമാത്രം ശത്രുതയുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല, അതിലൊന്നും നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ പ്രകാശം വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇസ്ലാമിനെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സത്യം എന്നും മറ്റുള്ള എല്ലാറ്റിനെയും അതിജയിക്കുന്ന രൂപത്തിൽ അതെന്നും ഉയർന്നും ഉന്നതിയിലും നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ആ കാര്യമാണ് അള്ളാഹു ഒന്നുകൂടെ മൂന്നാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നത്. അതാണ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ മൂന്നാമത്തെയും ഇന്ന് നമ്മൾ വായിക്കുന്ന അവസാനത്തെയും ആയത്തിന്റെ അർത്ഥം, ഹുവല്ലദീ അർസല റസൂലഹു, അവൻ അഥവാ അള്ളാഹു ആകുന്നു അവന്റെ ദൂതനെ നിയോഗിച്ചവൻ, ബിൽ ഹുദ, നേർമാർഗവുമായി നിയോഗിച്ചവൻ, വദീനിൽ ഹക്ക്, സത്യമതവുമായി നിയോഗിച്ചവൻ. എന്തിനു വേണ്ടി? ലിയുദ്ഹിറഹു, അതിനെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി, അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ മതങ്ങളെക്കാളും അതിനെ ഉന്നതിയിൽ അല്ലെങ്കിൽ അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി, വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അവർക്ക് അനിഷ്ടകരമാണെങ്കിലും. ആദ്യം പറഞ്ഞത് സത്യനിഷേധികൾക്ക് അനിഷ്ടകരമാണെങ്കിലും, പിന്നെ പറയുന്നത് ബഹുദൈവ വിശ്വാസികൾക്ക് അനിഷ്ടകരമാണെങ്കിലും. ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത്? ഹുവല്ലദീ അർസല റസൂലഹു. യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞയക്കുമ്പോൾ വേണ്ടത്ര തെളിവുകളും ദൃഷ്ടാന്തങ്ങളും സഹിതമാണ് ആ പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. ഇവിടെ പരാമർശിക്കുന്നത് അർസല റസൂലഹു, അവന്റെ ദൂതൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി തിരുമേനിയെ അള്ളാഹു ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് വേണ്ടത്ര ദൃഷ്ടാന്തങ്ങൾ സഹിതം സത്യമതം അതിന്റെ സാക്ഷാൽ രൂപത്തിൽ പ്രബോധനം ചെയ്യുക, മറ്റെല്ലാ കൃത്രിമ മതങ്ങളെയും ആദർശങ്ങളെയും ദർശനങ്ങളെയും അതിജയിക്കുന്ന അതിശക്തമായ ദൃഷ്ടാന്തങ്ങളോട് കൂടിയാണ് പ്രവാചകന്മാരെ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയുകയാണ്. ഇത് വായിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ വാക്കുകളാണല്ലോ, അതൊരിക്കലും തന്നെ മാറ്റപ്പെടുകയില്ല, അത് ലംഘിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രകാശമാകുന്ന ഈ സത്യമതം അത് തന്നെയായിരിക്കും എല്ലാ കാലഘട്ടത്തിലും അതിജയിച്ചു നിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട, വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഇസ്ലാം അതിനെ അതിജയിക്കും, പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ
അതുകൊണ്ട് ഉദ്ദേശം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മറ്റു മതങ്ങളൊന്നും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നല്ല. അങ്ങനെ വിചാരിക്കണ്ട. ഇസ്ലാം വരുന്നതോടുകൂടി മറ്റെല്ലാ മതങ്ങളും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നോ മുഴുവൻ ഇസ്ലാമിന് അടിയറ വെച്ച് കീഴ്പ്പെടുമെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തെറ്റായി മനസ്സിലാക്കേണ്ടതുമില്ല. മറിച്ചെന്താ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിന്റെ ആ സത്യത, അതിന്റെ ന്യായം, അതേപോലെ തന്നെ പ്രമാണബദ്ധമായ അതിന്റെ നിലപാടുകൾ, ആ ദൃഷ്ടാന്തങ്ങൾ, അതിലെ വിജ്ഞാനം, അതിനെ സ്വാധീനിക്കുന്ന ആളുകൾ, അതിന്റെ പ്രതാപം, നേർമാർഗം, അതിന്റെ പ്രചാരം തുടങ്ങിയ എല്ലാം തന്നെ ഒരു നിലക്ക് അല്ലെങ്കിൽ അവ ഒരു മതമെന്ന നിലക്ക് മറ്റു മതങ്ങളെക്കാളും ദർശനങ്ങളെക്കാളും എന്നും മികച്ചു നിൽക്കും എന്നുള്ളതാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതി, നിയമം, സമത്വം, അതുപോലെ തന്നെ അതിലെ ആദർശ കാര്യങ്ങൾ എല്ലാം അജയ്യമായി നിലനിൽക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും ഇസ്ലാമിന്റെ നിയമങ്ങളാണ് വേണ്ടത് എന്ന് ഈ ആധുനിക കാലത്തും അതിന്റെ വിമർശകരിൽപ്പെട്ടവർ പോലും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം, ഇസ്ലാം ഇത് അള്ളാഹുവിന്റെ നിയമാവലികളാണ്. അതാണ് മനുഷ്യനെ ആത്യന്തികമായി നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുക. മറ്റു എല്ലാ മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കും അതിലെല്ലാം പോരായ്മകളും ന്യൂനതകളുമുണ്ട് എന്ന് കാലം തെളിയിച്ചതുമാണ്. അവയെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് എന്ന് കാലത്തിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതുമാണ്. പക്ഷേ ഇസ്ലാം എന്ന പ്രകാശത്തിന്റെ നിയമങ്ങളും അല്ലെങ്കിൽ അതിലെ സിദ്ധാന്തങ്ങൾ അത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മാറ്റപ്പെടുകയോ തിരുത്തപ്പെടുകയോ ചെയ്യേണ്ടതില്ല. മാത്രമല്ല, പലപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അവതരിക്കപ്പെട്ട നിയമങ്ങൾ എന്ന രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ തന്നെ ഇന്നും ഈ നിയമങ്ങൾ തന്നെയാണ് നമ്മുടെ ആധുനിക ലോകത്തിന് വേണ്ടത് എന്ന് പല മഹാന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതാണ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. മറ്റു മതങ്ങളൊന്നും ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുമെന്നോ എല്ലാ മതങ്ങളും ഇസ്ലാമിന് അടിയറ വെക്കുമെന്നോ അല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഇസ്ലാം അതിന്റെ നിയമങ്ങളെ കൊണ്ടും അതിന്റെ സിദ്ധാന്തങ്ങളും ദൃഷ്ടാന്തങ്ങളും അതിലെ നീതി, നിയമം, സമത്വം, സ്വാതന്ത്ര്യം എല്ലാം ഈ കാലഘട്ടത്തിന് അനുഗുണമായ രൂപത്തിൽ വേണ്ട ഒരു നിയമമാണ് എന്ന് മനുഷ്യർക്കിടയിൽ വ്യാപകമായ ഒരു പ്രചാരം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് ഉയർന്നു വരും, അത് ഉന്നതിയിലെത്തും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. പിന്നെ ഇസ്ലാം അല്ലാത്ത ഏതൊരു മതത്തെ എടുത്താലും നമുക്കറിയാം, ആ മതത്തിന്റെ അനുയായികൾ അവരുടെ ന്യായപ്രമാണങ്ങൾ പലപ്പോഴും അതിൽ പോലും അവർ ഏകാഭിപ്രായക്കാരല്ല. വേദത്തിന്റെ ആളുകളെ പരിശോധിച്ചാലും അവരുടെ വേദങ്ങൾ തന്നെ, ഇഞ്ചീൽ തന്നെ വ്യത്യസ്തങ്ങളായ ഇഞ്ചീലുകൾ, അതിൽ വ്യതിയാനങ്ങളും അതേപോലെ തന്നെ ഭിന്നതകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഖുർആൻ അത് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അത് അവതരിച്ച തനതായ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതും, ആർക്കും മാറ്റത്തിരുത്തലുകൾക്ക് സാധ്യമല്ലാത്ത വിധം അത് ഉന്നതമായി നിൽക്കുന്നു എന്ന കാര്യം മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുമെന്ന് മാത്രമല്ല, ആ വിശ്വാസികൾ മുസ്ലിങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രമാണങ്ങൾ ഈ വിശുദ്ധ ഖുർആനും നബിചര്യയുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളെ എക്കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് നിലവിലുള്ള കാലത്തോളം ലോകാവസാനം വരെ അത് സത്യഗ്രന്ഥമായി നിലനിൽക്കുമെന്നും അത് ദൈവിക ഗ്രന്ഥമായി അവശേഷിക്കുമെന്നും അങ്ങനെ ഒരു വാഗ്ദാനം അതിറക്കിയ പടച്ചവൻ തന്നെ നൽകിയിട്ടുള്ളതുമാണ്. ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് അതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം അള്ളാഹു പൂർത്തീകരിച്ച്
ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനും പൂർത്തീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ പൂർത്തീകരണം സംഭവിച്ചു. വല്ലാഹു മുത്തിമ്മു നൂരിഹി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച മക്കയിൽ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇടയിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ആ പ്രകാശത്തെ പൂർത്തീകരിച്ചു. വല്ലാഹു മുത്തിമ്മു നൂരിഹി. അനി അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. വേറെ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു ഈ ദീനിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അതിനെ സമ്പൂർണമാക്കി പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന ആയത്ത് അവതരിച്ചത് അറഫയിൽ വെച്ചാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. മുശ്രിക്കുകൾ മക്കയിൽ നിലനിൽക്കെ തന്നെ ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിച്ചു. അതാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, വലൗ കരിഹൽ മുശ്രിക്കൂൻ. ബഹുദൈവ വിശ്വാസികൾക്ക് അനിഷ്ടകരമാണെങ്കിലും ആ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പൂർത്തീകരിച്ചു. അത് ഇന്ന് നമ്മുടെ കൈകളിൽ അജയ്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ പ്രകാശത്തെ, ആ പ്രകാശത്തെ കൊണ്ട് ജീവിക്കാൻ, അതിലൂടെ ജീവിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി സ്വീകരിക്കാൻ അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഖുർആനിനെ പഠിക്കാൻ ശ്രമിക്കുന്നതും അതിനുള്ള ഒരു ചെറിയ സംരംഭം എന്ന നിലക്ക് ഈ ദർസുൽ ഖുർആന്റെ ഇത്രയും ക്ലാസുകൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. നമുക്ക് മാർഗരേഖ, അള്ളാഹു അവതരിപ്പിച്ച മാർഗരേഖ അതാണ് എന്നും നിലനിൽക്കുന്നത്. അത് മാത്രമേ അള്ളാഹുവിലേക്കും വിജയത്തിലേക്കുമുള്ള മാർഗമായിട്ടുള്ളൂ. അള്ളാഹു ആണ് അത് പൂർത്തീകരിച്ചു തന്നത്. ആ ഒരു കാര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കി, അതെല്ലാറ്റിനെയും അതിജയിക്കും എന്ന് മനസ്സിലാക്കി, അവസാനം അതിൽ മാത്രമാണ് ഏവർക്കും രക്ഷയുണ്ടാവുക എന്ന് മനസ്സിലാക്കി ആ ഖുർആനിനെ വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. ഇതിലെ വാക്യായത്തുകൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.